ഹലോ വെൽക്കം ടു ജാസ്മിൻ ബ്ലോഗിൽ എല്ലാവർക്കും സ്വാഗതം. ഞാൻ അങ്ങനെ ടൗണിൽ പോയിട്ട് വരുന്നേ. പെരുന്നാളുടെ സാധനം വാങ്ങണം, ചിക്കൻ വാങ്ങണം, പച്ചക്കറി വാങ്ങണം, പിന്നെ കുറച്ച് മുല്ലപ്പൂ വാങ്ങണം. അപ്പോൾ ഞാനും മക്കളും കറങ്ങിയിട്ടെല്ലാം വരുന്നുട്ടാ. ബാക്കി വീഡിയോ എല്ലാം ക്രമേണ വരുന്നുണ്ട് കേട്ടോ. ലെങ്ത് വീഡിയോ ആയിട്ട് തന്നെ എടുത്ത് വരുന്നുണ്ട്. ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പം എല്ലാവർക്കും പോകുന്ന വഴിക്ക് ഓരോരോ വിശേഷങ്ങളായിട്ട് വരാം. ഓക്കെ. അങ്ങനെ നമ്മൾ ബസ്സിലാണെന്താ പോകുന്നത്. ചെറുപുഴയിൽ നിന്നാണ് സാധനം എടുക്കാൻ പോകുന്നത്. അപ്പം ബസ്സിൽ പോകുന്ന ഇതാണ് കേട്ടോ. അപ്പം ബസ്സിൽ നല്ല പാട്ടെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. കാച്ചി വെച്ച പാലാണോ എന്ന് വെച്ചാൽ അപ്പം മോള് ഡാൻസെല്ലാം കളിക്കുന്നുണ്ടെങ്കിൽ മോള് ഡാൻസെല്ലാം കളിച്ചിട്ടാന്ന് വരുന്നുണ്ട്. പാട്ടിനനുസരിച്ച് തുള്ളിക്കോണ്ട് ഇതാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. മംഗളവാസ് പോലെയാണ് പാട്ടെല്ലാം വെച്ചപ്പോൾ മക്കൾക്ക്. അങ്ങനെ ചെറുപുഴയിലേക്കാണ് ഞാൻ പോകുന്നത്. എന്താ വെച്ചാൽ പൂക്കൾ അടയെ മുക്കലും പാടിയൊട്ടിച്ചാൽ മുക്കില്ല കേട്ടോ. അങ്ങനെ പൂവെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ പൂവെടുക്കുന്ന രംഗം വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ചിക്കൻ മേടിക്കാൻ പോകുന്നു കേട്ടോ. ചിക്കൻ കടയിലായില്ല, അത് ചെറുപുഴയിൽ. അപ്പം ചിക്കന് ഇന്ന് 145 രൂപ എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ പെരുന്നാളെ അങ്ങനെ വാങ്ങിച്ചു കിട്ടാം. അങ്ങനെ ചിക്കനെല്ലാം കൊണ്ടുവന്ന് വീട്ടിലേക്ക് എത്തി. ഞാൻ ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ചങ്കും കരള് പിന്നെ കക്ക് അതെല്ലാം വേറെ തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. ബിരിയാണിയിൽ അത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ എടുത്ത് വെച്ച് ബാക്കിയെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ മുളകെല്ലാം തേച്ച് വെക്കും കേട്ടോ. രാത്രി തലേന്ന് എല്ലാം റെഡിയാക്കിയിട്ട് വെക്കും. ഞാൻ വിറക്കിയിട്ടെല്ലാം മുളകെല്ലാം ആക്കിയിട്ട് രാവിലെ പൊരിക്കുകയെല്ലാം ചെയ്ത് പെട്ടെന്നാവുമല്ലോ ഉണ്ട്. അങ്ങനെ ചിക്കനെല്ലാം ആക്കിയിട്ട് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് വൃത്തിയിൽ കഴുകിയിട്ട് വെള്ളമെല്ലാം ഊറ്റി കഴിഞ്ഞിട്ട് മസാല ആക്കുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ ലേശം പാകത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അത് കൂട്ടിയിട്ട് വെള്ളമല്ല കേട്ടോ. വിനാഗിരിയാണ് ഞാൻ ഒഴിക്കുന്നത്. വിനാഗിരി ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് മാറൂല. അല്ലെങ്കിൽ പൊരിക്കുമ്പോൾ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് മാറിയിട്ട് വരും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം വെള്ളത്തിന് പകരം ഞാൻ വിനാഗിരിയാണ് ഒഴിക്കുന്നത്. ഇല്ലെങ്കിൽ ചെറുനാരങ്ങയാലും മതി. ഇല്ലെങ്കിൽ പൊരിക്കുമ്പം ചിക്കൻ വേറെ എല്ല് വേറെ ആയിട്ട് തന്നെ കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് തണുപ്പ് കയറുന്നതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ വിനാഗിരി എല്ലാം ഒഴിച്ചിട്ട് സെറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാം ആക്കിയിട്ട് തന്നെ ചിക്കൻ ഇട്ടിട്ട് ഓരോരോ ഭാഗത്തേക്കിയിട്ട് തേച്ച് പെരക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നെങ്കിൽ ഉപ്പ് നല്ലോണം പിടിക്കും. അങ്ങനെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചിക്കനെല്ലാം അങ്ങനെ പെരക്കിയിട്ട് വെച്ചിട്ട് അടുത്തത് ഉള്ളിയെല്ലാം വൃത്തിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ എല്ലാവരും പറയലുണ്ട് എനിക്ക് ഉള്ളി മുറിക്കുമ്പം സവോള മുറിക്കുമ്പോൾ പെട്ടെന്ന് കണ്ണിന്ന് വെള്ളം വരും കേട്ടോ. പെട്ടെന്ന് നീറ്റ് വരും കണ്ണിന്ന്. എന്നെ വെള്ളം വന്നിട്ട് ഒന്നും പുകച്ചിൽ കൊണ്ടും ആവില്ല. അപ്പം കുറേ ആൾ പറഞ്ഞു പകുതിയാക്കിയിട്ട് കഴുകിയിട്ട് നമ്മൾ സവോള എടുക്കുന്നില്ലേ അതിൻ്റെ മൊത്തമെല്ലാം കളഞ്ഞിട്ട് പകുതിയാക്കിയിട്ട് വെള്ളത്തിലിട്ടാൽ മതി. വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ടെങ്കിൽ കണ്ണൊന്നും പുകച്ചിലെടുക്കൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്യാം. പക്ഷെ അനക്കുണ്ടായിന് കേട്ടോ. നീറ്റലെല്ലാം ഉണ്ടായി, നല്ല നീറ്റലുണ്ടായിന്. അങ്ങനെ അതെല്ലാം ചിക്കനെല്ലാം പെരക്കിയിട്ട് എടുത്തു. എല്ലാം റെഡിയാക്കി എല്ലാ ഭാഗത്തും മസാല പിടിപ്പിക്കണം കേട്ടോ. കീറിട്ടിട്ട് അപ്പം ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ എല്ലാം മസാല എല്ലാ ഭാഗത്തും ഉപ്പും മുളകും എല്ലാം ആക്കിയിട്ട് ആണ് ഇതാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഉപ്പ് പൊടിക്കും, ഒരു സ്ഥലത്ത് ഉപ്പ് പൊടിക്കില്ല. ആ വിധത്തിലാവും കേട്ടോ. മുളകൊന്നും പിടിക്കാത്ത വിധത്തിൽ അങ്ങനെ എല്ലാം ഞാൻ ഉപ്പും മുളകും ഇതെല്ലാം എല്ലാ ഭാഗത്തും ഇതാക്കിയിട്ട് വെച്ച് എന്താ വെച്ചാൽ കൈ കൊണ്ട് തന്നെ നല്ലോണം ശരിക്കും ഇതാക്കിയിട്ട് എടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ പൊരിക്കുന്ന സമയത്ത് ഉപ്പ് കൊള്ളാതെ വിധത്തിലാവും. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ട്, വലിയ പാത്രത്തിലാവുമ്പോൾ ആവില്ലല്ലോ. അങ്ങനെ ഇത്ര ഉള്ളിയൊന്നും പോരാ, ഇനിയും ഉണ്ട്. ഞാൻ ഇട്ടതിൻ്റെ പകുതിയാക്കിയിട്ട് വെള്ളത്തിലിട്ടതിൻ്റെ ഇതാണ് കേട്ടോ. ക്ലീൻ ചെയ്തിട്ട് വെള്ളത്തിലിട്ടതാണ്. എന്നിട്ടും പുകച്ചിലെടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കത്തിനോടല്ല കേട്ടോ മുറിക്കുന്നത്, പീസാക്കിയത് കത്തിനോട്, മുറിക്കുന്നത് ഇത് എന്താണെന്ന് വെച്ചാൽ ഒരേ സൈസായിട്ട് കിട്ടും. നമുക്ക് ഒരേ സൈസാകുമ്പോൾ നേരിയതായിട്ട് കിട്ടും. ബിരിയാണിയിലെല്ലാം നേരിയതാകുമ്പോൾ ഉപയോഗം പൊരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം മുറിച്ച് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ പൊത്തി വെച്ചു. പിന്നെ തക്കാളി ഇട്ടാൽ ഞാൻ റൗണ്ട് ഷേപ്പാണ് എടുക്കുന്നത്. നൈസായിട്ടാണ് മുറിച്ച് കേട്ടോ. എന്താ വെച്ചാൽ ഉടഞ്ഞ് കിട്ടണമല്ലോ തക്കാളി, അതുകൊണ്ട്. അതിന് പിന്നെ എല്ലാം ഒരു ബോക്സിലാക്കിയിട്ട് ഞാൻ എന്താക്കി അതിന് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ചതച്ചത് വേറെ ഒരു പാത്രത്തിൽ തന്നെ വേറെ വേറെ ആയിട്ട് ചതച്ചിട്ടും വെച്ചു. എന്താ വെച്ചാൽ ഒരു പാത്രത്തിലാക്കിയിട്ട് മൂടി വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ സ്മെല്ല് വരും. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് പാലിനും ഈനെല്ലാം വരും. ഉള്ളിക്കും അതേപോലെ തന്നെ കേട്ടോ. പിന്നെ ചായക്കടിയാക്കാൻ ഞാൻ മുട്ട നിറച്ചതാണ് ആക്കുന്നത് കേട്ടോ. മുട്ട അപ്പം എന്ന് പറയും, ഈ നാട്ടിൽ മുട്ട അടിയാന്ന് പറയും. ഒരാളുണ്ട് മുട്ട മസാല ആക്കിയിട്ട് ഇടുന്നത് എന്തെല്ലോ പേരുണ്ടാവും. അങ്ങനെ ഞാൻ മുട്ടയപ്പാന്ന് ചുടുത്തിട്ടെടുക്കുന്നത്. ഇത് അതിൻ്റെ ബാക്കി മുട്ടയപ്പം ചുട്ടതിൻ്റെ ബാക്കി പണ്ടത്തോടെ ഒരു പേരില്ലാതെ ഒരു അപ്പാക്കിയതാണ് കേട്ടോ. ഇങ്ങനെ വെറൈറ്റി ഒരു അപ്പാക്കി മസാലയും മുട്ടയിലും നണ്ടിയിട്ട് ആക്കിയില്ലേ. അങ്ങനെ ഇതാക്കി പിന്നെ മുട്ടയപ്പം 2 മുട്ടക്കാന്ന് ആക്കിയത് കേട്ടോ. 2 മുട്ടക്കാന്ന് ഞാൻ ആക്കിയത്. ബാക്കി മുട്ട അതിൽ പൊടിച്ചിട്ടതാണ്. 2 മുട്ടക്ക് 4 അപ്പാവും. അങ്ങനെ 4 മക്കളും ഞാനുമായിട്ട് അങ്ങനെ ചായ ആക്കിയിട്ട് കൂട്ടി. പിന്നെ വേണ്ടത് പരിപ്പ് കറി. എനിക്ക് രാത്രിയിലേക്ക് പരിപ്പ് കറിയും ചിക്കൻ കറിയും പരിപ്പ് കറിയും ചിക്കൻ പൊരിച്ചതുമാണ് കേട്ടോ ചോറും. അപ്പം അതിനായിട്ട് ഞാൻ പരിപ്പ് കറി ആക്കി.
അതിലേക്ക് കാച്ചുന്ന രൂപമാണ് കേട്ടോ. എന്താ വെച്ചാൽ വെളുത്തുള്ളി നമ്മൾ ചുട്ട് കാച്ചിട്ട് എടുത്തെങ്കിൽ ഗ്യാസ് ഇല്ലാതാവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ബാക്കി ചിക്കൻ പൊരിക്കാൻ വെച്ചു, ചോറായി. അങ്ങനെ ഇതെല്ലാം ആക്കി കഴിയുമ്പോൾ ബാങ്ക് കൊടുക്കാനായി. അങ്ങനെ ചായയും തിളച്ചു കൊടുത്തു. ഞാൻ ചായയും കൂട്ടി ഇതാക്കുമ്പോൾ ബാങ്കും കൊടുത്തു. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോ വരുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ ബൈ, സീ യു, വീണ്ടും കാണാം.